മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ്റെ 7ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഓഗസ്റ്റ് 1 അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 175ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇടിവുണ്ട്. 16% ഈ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. 13 ലക്ഷത്തോളം ആണ് ഇതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 20 ലക്ഷം 22 ലക്ഷത്തോളമാണ് ഇന്നത്തെയും കളക്ഷൻ വന്നിരിക്കുന്നത്. മികച്ച കളക്ഷൻ തന്നെ പറയാം. റിലീസാണ് ചിത്രം. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 1,71,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട്. അതായത് 2.5 കോടി തീർച്ചയായും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഉറപ്പിക്കുന്നത്. ഒരുപക്ഷെ 2,80,00,000 രൂപ വരെ ആകാനുള്ള ചാൻസുകളുമുണ്ട്. വേൾഡ് വൈഡ് ആയിട്ടും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് വന്നിരുന്നത്. 2000-ൽ ഇറങ്ങി അന്ന് വലിയ ഡിസാസ്റ്റർ ആയിരുന്ന സിനിമ ഇന്നൊരു മെഗാ ഹിറ്റായി മാറുന്ന ഒരു കാഴ്ചയാണ്. സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളുമൊക്കെ ആ കാലം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പ്രൊഡ്യൂസറിന് നമ്മൾ ഷൈക്കാൻ കൊടുക്കുന്നു, അതേപോലെ സല്യൂട്ട് അടിക്കുന്നു. കാരണം ഈ ഒരു ധൈര്യം, ഒരു പരാജയപ്പെട്ട ചിത്രത്തിനെ വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് വമ്പൻ വിജയമാക്കിയത് അത് പ്രൊഡ്യൂസറിൻ്റെ മാത്രം കഴിവാണ്. അതായത് സിയാദ് കോക്കറിൻ്റെ മാത്രം കഴിവാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒപ്പം മോഹൻലാൽ കൂടി അണിനിരക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. എത്ര താഴ്ന്നു കിടക്കുന്ന സിനിമയും ഏറ്റവും മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു നടനേ ഉള്ളൂ, അത് പേര് മോഹൻലാൽ എന്നുള്ളതാണ്. ഈ ഒരു സിനിമ ക്വാളിറ്റി വൈസ് മികച്ചതായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, അതിലും മികച്ച സിനിമകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നൊരൊറ്റ കാര്യമാണ്. അല്ലാതെ ജനങ്ങളുടെ കുഴപ്പമോ ഒന്നുമല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തട്ടിക്കൂട്ട് പടങ്ങളും അല്ലെങ്കിൽ നമുക്ക് അത്ര കണ്ട് സുഖിക്കാത്ത സിനിമകളും വരുമ്പോൾ അന്നത്തെ ഒരു പരാജയ ചിത്രം വരികയാണെങ്കിൽ തീർച്ചയായും ഇന്നത്തേനേക്കാളും മേന്മയുള്ളതായി മാറുന്നു. അതുതന്നെയായിരിക്കാം ഇതിൻ്റെ പിറകിൽ കാണുന്ന ഒരു കാര്യം. എവർഗ്രീൻ ക്ലാസിക്കായിട്ട് തന്നെ ഈ സിനിമ നിലനിൽക്കുമ്പോൾ ഇതിലും മികച്ച സിനിമകൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതും വിസ്മരിക്കാൻ കഴിയില്ല. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ഇന്നും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.